മലാപ്പറമ്പ് ഫ്ലോറിക്കൽ റോഡിലാണ് കുടിവെള്ള പൈപ്പ് പൊട്ടിയതോടെ കോഴിക്കോട് നഗരത്തിന്റെ ഒരു ഭാഗത്ത് മുഴുവനായപ്പോൾ കുടിവെള്ള വിതരണം മുടങ്ങും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്. ഈ പൈപ്പിന്റെ കാലപ്പഴക്കമാണ് പൊട്ടാൻ കാരണമെന്നാണ് വാട്ടർ അതോറിറ്റി ഇപ്പോൾ ഇതിലൊരു വിശദീകരണം നൽകുന്നത്. കഴിവതും വേഗത്തിൽ തന്നെ പ്രശ്നം പരിഹരിക്കുമെന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറായ മനോജ് കുമാർ പറഞ്ഞിട്ടുണ്ട്. കുടിവെള്ള പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് ജനങ്ങൾക്ക് വലിയ പ്രയാസമാണ്. നഗരത്തിലെ ഒരു ഭാഗത്തേക്കുള്ള ജലവിതരണം തന്നെ മുടങ്ങുമെന്നാണ് വാട്ടർ അതോറിറ്റി ഇപ്പോൾ അറിയിക്കുന്നത്. ഒപ്പം തന്നെ റോഡ് തകർന്നു, ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തന്നെ നിലച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. വലിയ ഗർത്തമാണ് റോഡിൽ രൂപപ്പെട്ടിട്ടുള്ളത്. ഒപ്പം 5ഓളം വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തി, ഒരു വീടിൽ വെള്ളം കയറി മുഴുവനായി വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ചെളിയൊക്കെ അടിഞ്ഞുകൂടി നിൽക്കുന്ന അവസ്ഥയാണ്. നിലവിൽ സ്ഥലത്ത് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പൈപ്പിന്റെ കാലപ്പഴക്കം തന്നെയാണ് കാരണം. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ പൈപ്പുകളൊക്കെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മളിപ്പോൾ അതിന്റെ കോൺട്രാക്ടാണ് നിൽക്കുന്നത്. പുള്ളി ആ ഭാഗത്തുള്ള പൈപ്പുകളൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗവും നമ്മൾ ഒഴിവാക്കും. ഇതിന് അപ്പുറ സൈഡിൽ കൂടി നമ്മൾ പൈപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് നേരെ ആ ലൈൻ ചാർജ് ചെയ്യുന്നതോടുകൂടി ഈ ലൈൻ തന്നെ നമ്മൾ ഒഴിവാക്കും. അറ്റകുറ്റപ്പണി വേഗത്തിൽ ആരംഭിക്കുകയാണ്. പക്ഷേ നഗരത്തിലെ ഒരു ഭാഗത്തേക്ക് ജലവിതരണം മുടങ്ങും എന്നുള്ള വലിയ ഒരു പ്രയാസമാണ് നമ്മുടെ മുൻപിലുള്ളത്. ഒരുപാട് പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ഒരു ഹെവി ആയിട്ടുള്ള ഒരു വർക്കിംഗ് ഡേ, ഒരു തിങ്കളാഴ്ച ദിവസം ഈ റോഡ് പോലും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന റോഡാണ്. ഈ റോഡ് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഉള്ള ബുദ്ധിമുട്ട് വരികയാണ്. ഈ പൈപ്പിന്റെ കാലപ്പഴക്കമാണ് വാട്ടർ അതോറിറ്റി പറയുന്നത്. അത് മാത്രമല്ല, ഇവിടുന്ന് വരുന്ന ലോറി, കല്ല് കയറ്റി വരുന്ന ലോറി താന്നിട്ട് ഡ്രൈവർ രക്ഷപ്പെട്ടതാ. ലോറി താണുപോയ കല്ല് കയറ്റി വരുന്ന ലോറി താന്നിട്ടാണ് അവിടെ കംപ്ലീറ്റ് അത് കാറിന്റെ അടുത്ത് ബൈക്കിന്റെ അടുത്ത് കംപ്ലീറ്റ് ഡേക്ക് ലോറി താന്നു ഇതാ കല്ലിൻ ലോറി. അതിപ്പോ ഒരു 5-6 മാസമായി ഉണ്ടാവും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാതിരി തന്നെയാ പണി. കാണുന്നതിനെ കാണാം റോഡിന്റെ മുകളിലുള്ള ജോയിന്റുകളൊക്കെ. ആരും മാറേണ്ട ആവശ്യമൊന്നുമില്ല. തുടർച്ചയായി യുദ്ധത്തിൽ പൈപ്പ് പൊട്ടൽ ഉണ്ടാകുന്നതിൽ വലിയ അമർഷത്തിലും പ്രതിഷേധത്തിലുമാണ് നാട്ടുകാർ. വീടുകളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വലിയ നാശനഷ്ടമാണ്, ജനങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുമുണ്ട്. അതൊക്കെ പെട്ടെന്ന് പരിഹരിക്കട്ടെ അല്ലേ.